ഹായ് ഓൾ, വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡ്രൈയിങ് ആണ്. ഡ്രൈയിങ്ങിന്റെ തിയറി, അതിന്റെ മെത്തേഡ്സ്, അതേപോലെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡ്രയേഴ്സ് ആണ് നമ്മൾ ഈ അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് ഡ്രൈയിങ്ങിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള ഇത്രയും കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രൈയിങ്ങിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഡ്രൈയിങ്ങും ഡീഹൈഡ്രേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ് ഡ്രൈയിങ്? ഇതൊരു കൺവെക്റ്റീവ് പ്രോസസ് ആണ്. നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന് മോയ്സ്ചർ റിമൂവ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രൈയിങ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ഡീഹൈഡ്രേഷൻ? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തുള്ള മുഴുവൻ മോയ്സ്ചർ കണ്ടന്റ്, മാക്സിമം മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ്, പ്രൊഡക്റ്റ് എന്നിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഗ്രെയിൻസ്, ഫുഡ് ഗ്രെയിൻസിന്റെ കാര്യത്തിൽ നോക്കാം. അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ് കിടക്കുന്നത്? മോയ്സ്ചർ കണ്ടന്റും സ്റ്റാർച്ചും, ആ ഒരു രീതിയിലാണ് നമ്മുടെ ഫുഡ് ഗ്രെയിൻസിന്റെ കോമ്പോസിഷൻ നടക്കുന്നത്. അപ്പം കൂടുതലായിട്ടും ഗ്രെയിൻസ് എങ്ങനെയാണ് ഡ്രൈ ചെയ്യുന്നത്, അതിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഡ്രൈയിങ് നടക്കുന്നത്? മോയ്സ്ചർ മൈഗ്രേഷൻ വഴിയാണ്. റിമൂവൽ ആണ് പറഞ്ഞു, മോയ്സ്ചർ റിമൂവൽ ആണ് ഡ്രൈയിങ് നടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ വേപ്പർ പ്രഷറിലുള്ള ഡിഫറൻസ് എന്തുമായിട്ട്, നമ്മുടെ പ്രോഡക്റ്റും അതേപോലെ പുറത്തുള്ള എയർ, ഇതിനകത്തുള്ള വേപ്പർ പ്രഷറിന്റെ ഡിഫറൻസ് കാരണം മോയ്സ്ചറിൽ നടക്കുന്ന മൈഗ്രേഷൻ, ഈ മോയ്സ്ചർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സാണ് ഡ്രൈയിങ്. നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, the moisture migration into or from a product is depends on difference of vapor pressure between atmosphere and product. മനസ്സിലായില്ലേ? ഇനി എങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ പ്രോഡക്റ്റിൽ അല്ലെ ഗ്രെയിനിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ, മോയ്സ്ചറും സ്റ്റാർച്ചും ആയിട്ടാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഈ മോയ്സ്ചർ കണ്ടന്റ് എങ്ങനെയാണ് അതിനകത്ത് കിടക്കുന്നത്? രണ്ട് ഫോംസിലാണ്. ഏതൊക്കെയാണത്? ഒന്ന് ബൗണ്ട്, ദെൻ അൺബൗണ്ട്. ബൗണ്ട് മോയ്സ്ചർ ആൻഡ് അൺബൗണ്ട് മോയ്സ്ചർ. എന്താണ് ബൗണ്ട് മോയ്സ്ചർ? The water vapor pressure of grain is lower than the vapor pressure of free water surface. ഗ്രെയിനിന്റെ വാട്ടർ വേപ്പർ പ്രഷർ ഫ്രീ വാട്ടർ സർഫസിനേക്കാളും അതിന്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറഞ്ഞാണ് ഇരിക്കുന്നത്. The highest bound moisture content is reached when the hygroscopic product is kept under 100% relative humidity condition. എപ്പോഴാണ് ഹയസ്റ്റ് ബൗണ്ട് മോയ്സ്ചർ കണ്ടന്റ് എത്തുന്നത്? നമ്മുടെ ഈ പ്രോഡക്റ്റ്, ഹൈഗ്രോസ്കോപ്പിക് പ്രോഡക്റ്റ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എല്ലാം തന്നെയും ഓൾമോസ്റ്റ് ഹൈഗ്രോസ്കോപ്പിക് ആണ് അല്ലെ. ഈ ഹൈഗ്രോസ്കോപ്പിക് പ്രോഡക്റ്റ് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടീഷനിൽ എത്തുമ്പോഴാണ് ഹയസ്റ്റ് ബൗണ്ട് മോയ്സ്ചർ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് അൺബൗണ്ട് മോയ്സ്ചർ? ഇഫ് എ മെറ്റീരിയൽ കണ്ടെയ്ൻസ് മോർ വാട്ടർ ദാൻ ഇൻഡിക്കേറ്റഡ് ബൈ ഇന്ററാക്ഷൻ വിത്ത് 100% ഹ്യൂമിഡിറ്റി ലൈൻ. അതായത് 100% ഹ്യൂമിഡിറ്റി ലൈനേക്കാൾ കൂടുതൽ വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്നു. അതെവിടെയാണ്? നമ്മുടെ സോളിഡിലുള്ള വോയിഡ്സിലൊക്കെയാണ്. Okay, then this excessive moisture content is called unbound moisture content and it is held primarily in voids of the solid. It exerts a vapor pressure as high as that of ordinary water at same temperature. Okay, ഇതാണ് അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റിലുള്ള മോയ്സ്ചർ കണ്ടന്റിന്റെ ഫോംസ്, ബൗണ്ട് മോയ്സ്ചർ കണ്ടന്റും അൺബൗണ്ട് മോയ്സ്ചർ കണ്ടന്റും. ഇനി മെത്തേഡ്സ് ഓഫ് ഡ്രൈയിങ്ങിലോട്ടാണ് കടക്കുന്നത്. For drying of any product, the water vapor pressure of product can be increased or the air water vapor pressure is decreased or both can be achieved simultaneously. അതായത് ഡ്രൈയിങ് നടക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു വാട്ടർ വേപ്പർ പ്രഷറിലുള്ള ഡിഫറൻസ് ആണെന്ന്. സോ നമ്മൾ ഒന്നെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ പ്രോഡക്റ്റിന്റെ വാട്ടർ വേപ്പർ പ്രഷർ കൂട്ടണം, അതല്ലെങ്കിൽ പുറത്ത് എയറിന്റെ വാട്ടർ വേപ്പർ പ്രഷർ കുറയ്ക്കണം. ഇത് രണ്ടും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കണം. അങ്ങനെയാണെങ്കിലാണ് ഡ്രൈയിങ് നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ഗ്രെയിൻസിന്റെ വാട്ടർ വേപ്പർ പ്രഷർ കൂട്ടണം എന്നല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ അതിന്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ കുറയ്ക്കുകയാണെങ്കിൽ അതിനെന്തൊക്കെ മെത്തേഡ്സ്? അപ്പൊ നമുക്ക് ആദ്യം ഈ വേപ്പർ പ്രഷർ, ഗ്രെയിനിന്റെ വാട്ടർ വേപ്പർ പ്രഷർ എങ്ങനെ കൂട്ടാം നോക്കാം. അപ്പൊ അതിനുള്ള മെത്തേഡ്സ് ആണ് ഒന്ന് വരുന്നത് സൺ ഓർ സോളാർ ഡ്രൈ, പിന്നെന്താണ് കണ്ടക്ഷൻ ഡ്രൈ, പിന്നെ ഇൻഫ്രാറെഡ് ഡ്രൈ. ഈ ഒരു 3 മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സൺ ഡ്രൈയിങ്ങിന്റെ കാര്യത്തിൽ നമുക്കറിയാമേ എന്താണ് കോമൺ ആയിട്ടുള്ള മെത്തേഡാണ് സൺ ഡ്രൈയിങ്.
അപ്പൊ സൺ ഡ്രൈയിങ്ങിൽ തന്നെ നമ്മൾ 3 ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ക്രോപ്പ് നമ്മൾ ഫീൽഡിൽ നിന്ന് തന്നെ ഡ്രൈ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പൊ അതാണ് ഒന്നാമത്തെ മെത്തേഡായിട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 2 to 3 വീക്സ് ഒക്കെ എടുക്കും നമുക്ക് ബയോളജിക്കൽ മെച്യൂരിറ്റി എത്താനായിട്ട്. അങ്ങനെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ സ്റ്റോക്കിൽ വെച്ചിട്ട് അവിടെ തന്നെ വെച്ച് ഡ്രൈ ചെയ്യുമ്പോൾ, പിന്നെ നമ്മൾ എന്താണ് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം, രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത്, ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്കിൽ വെച്ച് തന്നെ ഡ്രൈ ചെയ്യാം ഫീൽഡിൽ നിന്ന് തന്നെ. അപ്പൊ അതാണ് രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് സൺ ഡ്രൈയിങ്ങില്. പിന്നെ മൂന്നാമത്തത് എന്താണ്? ത്രഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യുക. അതും നമ്മൾ ഫീൽഡിൽ വെച്ച് തന്നെ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ അത് എന്ത് ചെയ്യും? നമ്മൾ ത്രഷ് ചെയ്തിട്ടുള്ള ഗ്രെയിൻസ് നമ്മളൊരു ചെറിയ ലെയർ ആയിട്ട്, ഒരു തിൻ ലെയർ ആയിട്ട് ഇട്ടിട്ട് സൺ ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സ്. ഒരു 3 സെന്റിമീറ്റർ തിക്നെസ്സിലൊക്കെയാണ് നമ്മൾ അതിൽ ലെയർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ സൺ ഡ്രൈയിങ് നമ്മൾ കണ്ടു. സൺ ഡ്രൈയിങ്ങിൽ തന്നെ 3 മെത്തേഡ്സ് കണ്ടു അല്ലെ? ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, പിന്നെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ത്രഷ് ചെയ്യുന്നതിന് മുന്നേ ആ സ്റ്റോക്കിൽ വെച്ചിട്ടുള്ളത് കണ്ടു. പിന്നെ മൂന്നാമത്തത് എന്താണ്? ത്രഷ് ചെയ്തതിന് ശേഷം ആ ഗ്രെയിൻസിനെ നമ്മൾ സൺ ഡ്രൈ ചെയ്യുന്നു. ഈ ഒരു 3 മെത്തേഡ്സ് ആണ് സൺ ഡ്രൈയിങ്ങിൽ നമ്മൾ കണ്ടത്. രണ്ടാമത്തത് നോക്കാം, കണ്ടക്ഷൻ ഡ്രൈയിങ്. കണ്ടക്ഷൻ ഡ്രൈയിങ്ങും സിമ്പിൾ ആണ്. എന്താണ്? നമ്മൾ ഈ ഒരു ഹീറ്റഡ് മീഡിയം ആയിട്ട് നമ്മൾ ഒരു ഹീറ്റഡ് പ്ലേറ്റോ സിലിണ്ടറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ഗ്രെയിൻസ് ഇടാണ്. എന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ഷൻ വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. അങ്ങനെ ഡ്രൈയിങ് നടക്കുന്നു. അപ്പൊ അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി അടുത്തത് എന്താണ്? ഇൻഫ്രാറെഡ് ഡ്രൈയിങ് മെത്തേഡ്. ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് അല്ലെ? അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വെച്ച് നടക്കുന്ന ഡ്രൈയിങ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ വേവ് ലെങ്ത് ആണ്. പിന്നെ ഇൻഫ്രാറെഡിന്റെ വേവ് ലെങ്ത് എത്രയാണ് വരുന്നത്? 0.76 to 400 മൈക്രോമീറ്റർ. ഈ ഒരു റേഞ്ചിലാണ് അതിന്റെ വേവ് ലെങ്ത് വരുന്നത് ഇൻഫ്രാറെഡ്. അതിലെങ്ങനെയാണ് നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തെർമൽ പ്രോസസ്സിങ് നടക്കുന്നത് എങ്ങനെയാണ്? അതിൽ ഇപ്പൊ നമ്മൾ ഒരു റേഡിയേറ്റർ വഴി ഈ വേവ്സ് കടത്തി വിടുന്ന സമയത്ത് നമ്മുടെ പദാർത്ഥത്തിൽ ഏതാണ് ഗ്രെയിൻ, അതിലുള്ള മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു തെർമൽ എഫക്റ്റ് ഉണ്ടാവുന്നതും അതുവഴി ഡ്രൈയിങ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 മെത്തേഡ്സ് കണ്ടു. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? സൺ ഡ്രൈയിങ്, കണ്ടക്ഷൻ ഡ്രൈയിങ്, ഇൻഫ്രാറെഡ് ഡ്രൈയിങ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇപ്പൊ നമ്മൾ കണ്ടത് എന്താണ്? ഗ്രെയിനിന്റെ വാട്ടർ വേപ്പർ പ്രഷർ കൂട്ടുന്ന മെത്തേഡ്സ് ആണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡ്രൈയിങ് നടക്കണമെങ്കിൽ എയറിന്റെ വാട്ടർ വേപ്പർ പ്രഷർ കുറയ്ക്കണം അല്ലെ? അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ഇനി നോക്കുന്നത്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തത് ഹീറ്റഡ് എയർ ഡ്രൈയിങ്. അപ്പൊ ഇത് ഹീറ്റഡ് എയർ ഡ്രൈയിങ് നമ്മൾ സിലബസിൽ പ്രത്യേകം തന്നെ എടുത്തു പറയുന്നുണ്ട്. സോ നമ്മൾ ഇത് കുറച്ചും കൂടി വിശദമായിട്ട് പിന്നീട് നോക്കുന്നതാണ്. എന്നാലും ഹീറ്റഡ് എയർ ഡ്രൈയിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഓവനൊക്കെ ഇല്ലേ, സാധാ ഈ ഹോട്ട് എയർ ഓവൻ ഇല്ലേ, അപ്പൊ അതിന്റെയൊക്കെ മെത്തേഡ് പോലെ എയറിനെ നമ്മൾ, അതാണ് ഹോട്ട് എയർ ആണ് അതിൽ മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതായത് എയറിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയും അതേപോലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. രണ്ടാമത്തെ എന്താണ്? ഡെസിക്കേറ്റഡ് എയർ ഡ്രൈയിങ്. ഡെസിക്കേറ്റഡ് എയർ ഡ്രൈയിങ്ങിൽ എന്താണ്? നമ്മളൊരു ഡെസിക്കേറ്റഡ് മീഡിയത്തിലേക്ക് കൂടി നമ്മളുടെ എയർ കടത്തിവിടുന്നു. ഇപ്പം ഏതൊക്കെയാണ് അതിനൊരു എക്സാമ്പിൾ പറയുന്നത്? സിലിക്ക ജെല്ലൊക്കെയാണ് ഡെസിക്കേറ്റഡ് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഡ്രൈയിങ് നടക്കുന്നതാണ് ഡെസിക്കേറ്റഡ് എയർ ഡ്രൈയിങ്ങിൽ വരുന്നത്. ദെൻ എന്താണ്? റെഫ്രിജറേറ്റഡ് എയർ ഡ്രൈയിങ്. അതിലേതാണ്? നമ്മൾ ഫ്രീസ് ഡ്രൈയിങ് ഒക്കെ പറയാം അല്ലെ? ഫ്രീസ് ഡ്രൈയിങ്ങിൽ എങ്ങനെയാണ് നടക്കുന്നത്? സപ്ലിമേഷൻ ആണ് അല്ലെ? അതായത് ഫ്രീസ്ഡ് പ്രോഡക്ട്സിലെ വാട്ടർ വേപ്പർ, അതായത് ഫ്രീസ്ഡ് വാട്ടർ വേപ്പറിന് വാട്ടറിനെ നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള കൺവേർഷൻ ആണ്. അതായത് ലിക്വിഡ് സ്റ്റേറ്റ് നമ്മൾ അവിടെ ഒമിറ്റ് ചെയ്യാണ്. ഒരു ക്രിട്ടിക്കൽ പോയിന്റിന് താഴെ വെച്ച് ഈ ഗ്യാസ് സോളിഡ് സ്റ്റേറ്റിന് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സ്. അങ്ങനെയാണ് അതിൽ റെഫ്രിജറേറ്റഡ് എയർ ഡ്രൈയിങ്ങിലൊക്കെ അങ്ങനെയാണ്, ആ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈയിങ് റേറ്റ് പീരീഡ്സ് നോക്കാം. അപ്പൊ ഇതില് ടൈമിന് അഗെയിൻസ്റ്റ് ആയിട്ട് റേറ്റ് ഓഫ് ഡ്രൈയിങ് ആണ് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്നത്. നോക്കണേ. അപ്പൊ അതിൽ എങ്ങനെയാണ് വരുന്നത്? അതിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ആദ്യം തന്നെ ഒരു ആക്സിലറേഷൻ റേറ്റ് സ്റ്റേജ് ഉണ്ട് അല്ലെ? പിന്നെ എന്താണ്? കോൺസ്റ്റന്റ് റേറ്റ് സ്റ്റേജ് ആണ് അല്ലെ? ഡ്രൈയിങ് ആദ്യം ഒന്ന് ആക്സിലറേറ്റ് ചെയ്യും, പിന്നെ എന്താണ്? ഒരു കോൺസ്റ്റന്റ് റേറ്റിലേക്ക് എത്തുന്നു. അതാണ് കോൺസ്റ്റന്റ് റേറ്റ് സ്റ്റേജ് നമ്മൾ അവിടെ കണ്ടെക്കുന്നത്. ഇതാ ഈ ഒരു ലൈൻ. ഇനി അടുത്തത് എന്താണ്?
ഇങ്ങനെ ഒരു കർവാണ് വരുന്നത് അല്ലെ. ഈ ഒരു കേർവില് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അല്ലെ, രണ്ട് പീരീഡ് ആണ്. ഒന്നാമത്തെ എന്താണ് ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡ്, രണ്ടാമത്തത് സെക്കൻഡ് ഫോളിംഗ് റേറ്റ് പീരീഡ്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താണ് ശ്രദ്ധിക്കുക, ടൈമും റേറ്റ് ഓഫ് ഡ്രൈയും ആണ്. പിന്നെ കോൺസ്റ്റന്റ് റേറ്റ് സ്റ്റേജ് ആണുള്ളത്. പിന്നെ താഴോട്ട് വരുന്ന കേർവിൽ രണ്ട് സ്റ്റേജ്, ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് സ്റ്റേജും സെക്കൻഡ് ഫോളിംഗ് റേറ്റ് സ്റ്റേജും. ഇനി നമുക്ക് അതൊക്കെ എന്താന്ന് നോക്കാം, ആ സ്റ്റേജ് കൊണ്ടൊക്കെ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മോയ്സ്ചർ മൈഗ്രേഷൻ റേറ്റ് ഫ്രം ഇൻസൈഡ് ഓഫ് ദ പ്രോഡക്റ്റ് to its surface is equal to the rate of evaporation of water from surface. നമ്മൾ മോയ്സ്ചർ മൈഗ്രേഷനെ കുറിച്ച് പറഞ്ഞല്ലേ ഡ്രൈയിങ്ങിൽ. അപ്പൊ ഈ മോയ്സ്ചർ മൈഗ്രേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഉള്ളിൽ നിന്ന് സർഫസ് വരെയുള്ള മൈഗ്രേഷൻ ഉണ്ട്, അതേപോലെ സർഫസിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്കുള്ള മൈഗ്രേഷനും ഉണ്ട്. അങ്ങനെയാണ് മൈഗ്രേഷൻ, മോയ്സ്ചറിന്റെ മൈഗ്രേഷൻ നടക്കുന്നത്. അതിൽ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡിൽ എന്താണ് നടക്കുന്നത്, പ്രോഡക്റ്റിന്റെ ഉള്ളിൽ നിന്ന് സർഫസിലേക്കുള്ള മൈഗ്രേഷനും അതേപോലെ സർഫസിൽ നിന്നുള്ള മൈഗ്രേഷനും ആ രണ്ട് റേറ്റും ഈക്വൽ ആവും. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇത് എവിടം വരെയാണ് ഉണ്ടാവുക, ദിസ് പീരീഡ് കണ്ടിന്യൂസ് ടിൽ ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റ് ഈസ് റീച്ച്ഡ്. ഒരു ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റ് എത്തുന്നത് വരെ ഈ പീരീഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതാണ് ആ ലൈൻ, മുകളിലുള്ള ഫസ്റ്റ് ലൈൻ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റിൽ എന്താണ്, മോയ്സ്ചർ കണ്ടന്റ് ഓഫ് എ പ്രോഡക്റ്റ് വിത്ത് കോൺസ്റ്റന്റ് റേറ്റ് ഡ്രൈയിങ് സീസസ് ആൻഡ് ഫോളിംഗ് റേറ്റ് സ്റ്റാർട്ട്സ്. ആ ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ പിന്നെ മോയ്സ്ചർ കണ്ടന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ് അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഫോളിംഗ് റേറ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുകയായി അല്ലെ. താഴോട്ട് നമ്മൾ ഫസ്റ്റ് ഫോളിംഗും സെക്കൻഡ് ഫോളിംഗും കണ്ടു. അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ ഈ കോൺസെൻട്രേറ്റ് പീരീഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരിക്കും. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഫോളിംഗ് റേറ്റ് പീരീഡിലോട്ട് പോവാം. മോസ്റ്റ് ഓഫ് ദി അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആർ ഡ്രൈഡ് ഇൻ ഫോളിംഗ് റേറ്റ് ഡ്രൈയിങ് പീരീഡ്. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, ഫോളിംഗ് റേറ്റ് ഡ്രൈയിങ് പീരീഡിലാണ് മിക്കവാറും അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഡ്രൈ ചെയ്യപ്പെടുന്നത്. മൂവ്മെന്റ് ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് മോയ്സ്ചർ ഇന്റീരിയർ ഓഫ് ഗ്രെയിൻസ് കൺട്രോൾസ് ദ എൻറ്റയർ ഡ്രൈയിങ് പ്രോസസ്. അതായത് ഇതിനകത്ത് വെച്ചുള്ള മോയ്സ്ചറിന്റെ ഡിഫ്യൂഷനും മൂവ്മെന്റും ആണ് മൊത്തം ഡ്രൈയിങ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. മൈഗ്രേഷൻ ഓഫ് മോയ്സ്ചർ ഫ്രം ഇന്റീരിയർ ഓഫ് ഗ്രെയിൻ ടു ദ അപ്പർ സർഫസ് ഡ്യൂ ടു വാട്ടർ വേപ്പർ ഡിഫ്യൂഷൻ. വാട്ടർ വേപ്പർ ഡിഫ്യൂഷൻ വഴിയാണ് ഈ ഉള്ളിൽ നിന്ന് സർഫസിലേക്കുള്ള മോയ്സ്ചർ മൈഗ്രേഷൻ നടക്കുന്നത്. റിമൂവൽ ഓഫ് മോയ്സ്ചർ ഫ്രം സർഫസ് ഡിവൈഡഡ് ഇൻ ടു 2 periods. ആ സർഫസിലുള്ള മോയ്സ്ചർ റിമൂവ് ചെയ്യുന്നത് രണ്ട് പീരീഡിലായിട്ടാണ് നടക്കുന്നത്. അതായത് ഈ ഇവിടം വരെ നമ്മൾ ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റ് ലിമിറ്റ് വരെ എത്തി, അത് കഴിഞ്ഞാണ് നമ്മൾ ഫോളിംഗ് റേറ്റ് പീരീഡ് പറഞ്ഞത് അല്ലെ. അപ്പൊ അവിടെ ഉള്ള മോയ്സ്ചർ റിമൂവൽ ആണ് അതെങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഇനി നോക്കുന്നത്. അപ്പൊ ഈ ഫോളിംഗ് റേറ്റ് പീരീഡ് തന്നെ രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്, ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡും സെക്കൻഡ് ഫോളിംഗ് റേറ്റ് പീരീഡും. ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡിൽ എന്താണ് നടക്കുന്നത്, ഇൻ ദിസ് പീരീഡ് ബിക്കോസ് ഓഫ് ഡിക്രീസ് ഇൻ വെറ്റ് സർഫസ് ഏരിയ ദ ഡ്രൈയിങ് റേറ്റ് ഡിക്രീസസ്. As drying proceeds, the fraction of wet surface decreases to 0 where the period ends. അതായത് ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡിൽ നമ്മൾ ഡ്രൈയിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റ് എത്തുന്നവരെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ കണ്ടു. ഈ വെറ്റ് സർഫസ് ഏരിയ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഡ്രൈയിങ് പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് വെറ്റ് സർഫസ് ഏരിയ കുറഞ്ഞ് ആ സർഫസ് 0ലേക്ക് എത്തുന്നു. ഫ്രാക്ഷൻ ഓഫ് വെറ്റ് സർഫസ് ഡിക്രീസസ് ടു 0. ആ ഒരു ഏരിയയിലാണ് ഈ പീരീഡ് കഴിയുന്നത്. എന്നിട്ട് എന്ത് തുടങ്ങുകയായി, സെക്കൻഡ് ഫോളിംഗ് റേറ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് സെക്കൻഡ് ഫോളിംഗ് റേറ്റിൽ in this period subsurface evaporation takes place and it continues until the equilibrium moisture content is reached. പിന്നീട് എന്താണ് നടക്കുന്നത്, സബ്സർഫസ് ഇവാപറേഷൻ ആണ്. എന്നിട്ട് അത് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എത്തുന്നത് വരെയാണ് ഈ സെക്കൻഡ് ഫോളിംഗ് റേറ്റ് പീരീഡ് എത്തുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നേ. ടൈമിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തത്, ടൈമും ഡ്രൈയിങ് റേറ്റും. പിന്നെ കോൺസ്റ്റന്റ് റേറ്റ് പീരീഡ്, ഫോളിംഗ് റേറ്റ് പീരീഡ്. ഫോളിംഗ് റേറ്റ് പീരീഡിൽ തന്നെ ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡും സെക്കൻഡ് ഫോളിംഗ് റേറ്റ് പീരീഡും. മനസ്സിലായെന്ന് വിചാരിക്കുന്നേ. ഇനി നമുക്ക് ഈ ഡ്രൈയിങ് പ്രോസസ്സിന്റെ മെക്കാനിസത്തിലോട്ട് കിടക്കാം.
അതിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോയ്സ്ചർ മൈഗ്രേഷൻ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ അതിൽ എങ്ങനെയൊക്കെയാണ് ഈ മൂവ്മെന്റ്സ് നടക്കുന്നത് എന്നാണ് നോക്കുന്നത്, എന്തൊക്കെ വഴിയാണെന്ന്. അതിൽ ഒന്നാമത്തെ വരുന്നത് കാപ്പിലറി ഫ്ലോ. എന്താണ് കാപ്പിലറി ഫ്ലോ? സർഫസ് ഫോഴ്സസ് വഴി ലിക്വിഡ് മൂവ്മെന്റ് നടക്കുന്നതാണ് കാപ്പിലറി ഫ്ലോ. ഇനി ലിക്വിഡ് ഡിഫ്യൂഷൻ എന്താണ്? മോയ്സ്ചർ കണ്ടന്റിലുള്ള ഡിഫറൻസ് വഴി ലിക്വിഡ് മൂവ്മെന്റ് നടക്കുന്നു, അതാണ് ലിക്വിഡ് ഡിഫ്യൂഷൻ. ഇനി സർഫസ് ഡിഫ്യൂഷൻ എന്താണ്? പോർ സ്പേസിലുള്ള ഡിഫ്യൂഷൻ, പോർ സ്പേസിലുള്ള മോയ്സ്ചർ ഡിഫ്യൂഷൻ, അതുവഴിയുള്ള ലിക്വിഡ് മൂവ്മെന്റിനെയാണ് നമ്മൾ സർഫസ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി വേപ്പർ ഡിഫ്യൂഷൻ എന്താണ്? മോയ്സ്ചർ കോൺസെൻട്രേഷനിലുള്ള ഡിഫറൻസ്. ഇനി തേർമൽ ഡിഫ്യൂഷൻ എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസിലുള്ള പിന്നെ ആ ഒരു ഡിഫറൻസ് വഴിയുള്ള വേപ്പർ മൂവ്മെന്റ്. ഹൈഡ്രോഡൈനാമിക് ഫ്ലോയോ? ടോട്ടൽ പ്രഷർ ഡിഫറൻസ്, അതുവഴി നടക്കുന്ന പിന്നെ വേപ്പറിന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ മൂവ്മെന്റിനാണ് നമ്മൾ ഹൈഡ്രോഡൈനാമിക് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മളിപ്പോ കണ്ടത്? എങ്ങനെയൊക്കെയാണ് വാട്ടറിന്റെ മൂവ്മെന്റ് നടക്കുന്നത്, അതിന്റെ മെക്കാനിസം ആണ് നോക്കിയത് അല്ലെ. അപ്പൊ അതിൽ ഏതൊക്കെയാണ് വന്നത്? കാപ്പിലറി ഫ്ലോ, ലിക്വിഡ് ഡിഫ്യൂഷൻ, സർഫസ് ഡിഫ്യൂഷൻ, വേപ്പർ ഡിഫ്യൂഷൻ, തേർമൽ ഡിഫ്യൂഷൻ, ഹൈഡ്രോഡൈനാമിക് ഫ്ലോ. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ. ഇനി നമുക്ക് മോയ്സ്ചർ റേഷ്യോ കാണുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഇൻ കേസ് പ്രോബ്ലം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടാണ്. m മൈനസ് എം ഇ ഡിവൈഡഡ് ബൈ MO മൈനസ് എം ഇ ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ മൈനസ് കെ തീറ്റ. ഇതിൽ m എന്താണ്? മോയ്സ്ചർ കണ്ടന്റ് അറ്റ് എനി ടൈം, ഡ്രൈ ബേസിസിലാണ്. അതേപോലെ എം ഇ എന്താണ്? ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് ഇൻ ഡ്രൈ ബേസിസ്. MO ഇനീഷ്യൽ മോയ്സ്ചർ കണ്ടന്റ്, ഡ്രൈയിങ്ങിന് മുന്നേ ഉള്ള മോയ്സ്ചർ കണ്ടന്റ്, അതും ഡ്രൈ ബേസിസിലാണ്. കെ എന്ന് പറയുന്നത് ഡ്രൈയിങ് കോൺസ്റ്റന്റും തീറ്റ എന്ന് പറയുന്നത് ടൈമുമാണ്. ടൈം ഹവറിലാണ് മെൻഷൻ ചെയ്യുന്നത്. ഇനി ഡ്രൈയിങ് സിസ്റ്റത്തിലുള്ള ടൈപ്പ് ഓഫ് എയർ ഫ്ലോസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഡ്രൈയിങ് സിസ്റ്റത്തിൽ എന്തൊക്കെ ടൈപ്പിലാണ് എയർ ഫ്ലോ നടക്കുന്നത്? സാധാരണയായി 3 ടൈപ്പിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ക്രോസ് ഫ്ലോ, കൺകറന്റ് ഫ്ലോ ആൻഡ് കൗണ്ടർ ഫ്ലോ. ഏതൊക്കെയാണ്? ക്രോസ് ഫ്ലോ, കൺകറന്റ് ഫ്ലോ ആൻഡ് കൗണ്ടർ ഫ്ലോ. അത് 3ഉം നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെ മെത്തേഡ് ഏതാണ്? ക്രോസ് ഫ്ലോ. എന്താണ് ക്രോസ് ഫ്ലോ നോക്കാം. The flow of grain and drying air takes place at 90 degrees Celsius. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഇതൊരു ഡ്രൈയിങ് ചേംബർ ആയിട്ട് കണക്കാക്കുക. അപ്പൊ അതിനകത്ത് നമ്മൾ ഗ്രെയിൻസ് ഡ്രൈ ചെയ്യാനിട്ടേക്കുന്നു. ഇതിൽ 1 എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫ്ലോ, ഈ ഒരു ആരോ മാർക്ക് നമ്മുടെ ഗ്രെയിൻ ഫ്ലോ ആണ്. 1 എന്ന് പറയുന്നത് ഗ്രെയിൻ ഫ്ലോവും അതേപോലെ 2 കൊടുത്തേക്കുന്നത് നമ്മുടെ എയർ ഫ്ലോയും ആണ്, ഇങ്ങനെ മുകളിലോട്ട്. സോ ഇതിൽ എങ്ങനെയാണ് വരുന്നത്? ഈ എയർ ഗ്രെയിനിന്റെ ഫ്ലോയും എയറിന്റെ ഫ്ലോയും തമ്മിൽ ഒരു 90 ഡിഗ്രി ആംഗിൾ വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് ക്രോസ് ഫ്ലോ നടക്കുന്നത്. ദ ടെമ്പറേച്ചർ ഓഫ് ഗ്രെയിൻ ലെയർ നിയറസ്റ്റ് ടു ഫ്ലോ ഓഫ് ഹീറ്റഡ് എയർ അപ്രോച്ചസ് നിയർ ടു ഡ്രൈയിങ് എയർ ടെമ്പറേച്ചർ അല്ലെ. അതായത് ഇങ്ങനെ നമ്മൾ ഈ ചേംബറിലുള്ള ഗ്രെയിൻസിനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹീറ്റഡ് എയർ ഇല്ലേ, അതിനടുത്ത് കിടക്കുന്ന ഗ്രെയിൻസ് എന്താകും? പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. പക്ഷെ എന്താ? ബട്ട് ദ ഗ്രെയിൻ ലെയർ വിച്ച് ഈസ് അറ്റ് ഫർദർ പോയിന്റ് റിമെയിൻസ് കമ്പാരിറ്റീവ്ലി കൂളർ. മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്രെയിൻസ്, കുറച്ച് പുറകിലോട്ടുള്ള ഗ്രെയിൻസ് എന്തായിരിക്കും? കൂളായിട്ടായിരിക്കും കിടക്കുക, അത് ഡ്രൈ ആയിട്ടുണ്ടാവില്ല. ആൻഡ് നെവർ അപ്രോച്ചസ് നിയർ ദ ടെമ്പറേച്ചർ ഓഫ് ഡ്രൈയിങ് എയർ. അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഡ്രൈ ആവില്ല. സോ ഈ ഒരു പ്രോസസ്സിലാണെങ്കിൽ, ക്രോസ് ഫ്ലോ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂണിഫോം ഡ്രൈയിങ് നടക്കണമെങ്കിൽ ഈ നമ്മുടെ ഗ്രെയിൻ എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ, മിക്സിംഗ് ടൈപ്പ് ആയിരിക്കണം. അതാണ് ക്രോസ് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ഫ്ലോ ഏതാണ്? കൺകറന്റ് ഫ്ലോ. കൺകറന്റ് ഫ്ലോയിൽ എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഗ്രെയിൻസ് ആൻഡ് ഹീറ്റഡ് എയർ ഈസ് പാരലൽ ടു ഈച്ച് അതർ. ഞാൻ താഴെ അതിന്റെ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡ്രൈയിങ് ചേംബർ. ഇതിൽ നമ്മൾ കണ്ടോ, ഹീറ്റഡ് എയറും അതേപോലെ തന്നെ നമ്മൾ ഗ്രെയിനിന്റെ ഫ്ലോയും രണ്ടും പാരലൽ ആയിട്ട് നടക്കുന്നത് ഒരേ ഡയറക്ഷൻ അല്ലെ. അപ്പം ദ കൂൾ ആൻഡ് വെറ്റ് ഗ്രെയിൻസ് മീറ്റ് ദ ഹീറ്റഡ് എയർ ഫസ്റ്റ്. അതായത് നമ്മുടെ വെറ്റ് ഗ്രെയിൻസ് ഹീറ്റഡ് എയറിനെ പെട്ടെന്ന് തന്നെ അതുമായിട്ട് മീറ്റ് ചെയ്യും. Therefore,
During evaporation of moisture, the sensible heat of drying is absorbed as latent heat. As a result, cooling of air takes place and thus restrict the elevation of grain temperature to a level of drying air temperature. അപ്പൊ ഇതിലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇത് രണ്ടും, അതായത് ഗ്രെയിനിന്റെ ഫ്ലോയും നമ്മുടെ എയർ ഫ്ലോയും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് വെറ്റ് ആയിട്ടുള്ള സർഫസുമായിട്ട് നമ്മുടെ ഹീറ്റഡ് എയർ വേഗം കോൺടാക്റ്റിൽ വരികയും നമ്മുടെ ഈ ഹീറ്റഡ് എയർ പെട്ടെന്ന് തണുത്തു പോകുന്ന ഒരു കണ്ടീഷനുമാണ് വരുന്നത്, അല്ലെ? എയർ പെട്ടെന്ന് തണുക്കും. സോ പിന്നീട് നമുക്ക് എന്ത് സംഭവം, ഇനിയുള്ള ഇത് ഡ്രൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഡ്രൈയിങ് എയർ ടെമ്പറേച്ചറിലേക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റൂല നമ്മുടെ ഗ്രെയിൻസ്. സോ in concurrent flow dryers, the temperature of heated air can be kept at higher level than safe temperature limit. ഒരു സേഫ് ടെമ്പറേച്ചർ ലിമിറ്റിലും കൂടുതൽ നമ്മൾ എപ്പോഴും കൺകറന്റ് ഫ്ലോയിൽ വെക്കേണ്ടി വരും എയർ ടെമ്പറേച്ചർ. എന്നാൽ മാത്രമേ നമുക്ക് യൂണിഫോം ഡ്രൈയിങ് അല്ലെങ്കിൽ ഒരു ഡ്രൈയിങ് എയർ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ കൺകറന്റ് ഫ്ലോയിൽ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, കൗണ്ടർ ഫ്ലോ. The direction of flow of grains and heated air is opposite to each other. ഇതിൽ കണ്ടോ, ഗ്രെയിനിന്റെ ഫ്ലോയും, ഇതാണ് 1, ഗ്രെയിനിന്റെ ഫ്ലോയും അതേപോലെ തന്നെ ഹീറ്റഡ് എയറിന്റെ ഫ്ലോയും ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്, അല്ലെ? ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. Thus, the hottest grains come in contact with the heated air. Since at this point, drying is almost complete. Therefore, very little amount of latent heat is absorbed for evaporation of moisture. അതായത് ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് ആദ്യം വരുന്ന ഹോട്ടസ്റ്റ് ഗ്രെയിൻ ഇല്ലേ, ഈ ഹീറ്റഡ് എയറുമായിട്ട്, അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും, അല്ലേ? അപ്പം ദ ടെമ്പറേച്ചർ ഓഫ് ഗ്രെയിൻ അപ്രോച്ചസ് ദ ടെമ്പറേച്ചർ ഓഫ് ഇൻകമിങ് ഡ്രൈയിങ് എയർ. ഈ നമ്മുടെ ഗ്രെയിന് പെട്ടെന്ന് തന്നെ ഇൻകമിങ് എയറിന്റെ ടെമ്പറേച്ചറിലോട്ട് എത്തും. ഹെൻസ് ദ ഡ്രൈയിങ് എയർ ടെമ്പറേച്ചർ ഷുഡ് നോട്ട് ബി കെപ്റ്റ് മോർ ദാൻ സേഫ് ടെമ്പറേച്ചർ ഫോർ ഈ അഗ്രികൾച്ചർ പ്രോഡക്ട്സിൽ, അല്ലെ? ഡ്രൈയിങ് ടെമ്പറേച്ചർ നമ്മൾ നേരത്തെയുള്ള കൺകറന്റ് ഫ്ലോയിൽ എന്താണ് സേഫ് ലിമിറ്റിനേക്കാളും കൂടുതലാണ് വെച്ചത്, കാരണം അത് പെട്ടെന്ന് തണുത്തു പോകുന്നുണ്ട്. അപ്പൊ ഇതിലാണെങ്കിലോ പെട്ടെന്ന് തന്നെ അറ്റൈൻ ചെയ്യാണ് ഡ്രൈയിങ് ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ സേഫ് ലിമിറ്റിലേക്കാളും കുറച്ചാണ് നമ്മൾ ഇതിൽ എയറിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മെക്കാനിക്കൽ ഡ്രൈയിങ് ടൈപ്സ് നോക്കാം. അതിൽ 2 ടൈപ്സ് ആണ് നമ്മൾ സിലബസിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്, തിൻ ലെയർ ഡ്രൈയിങ്ങും ഡീപ്പ് ബെഡ് ഡ്രൈയിങ്ങും. അപ്പൊ അതിൽ തിൻ ലെയർ ഡ്രൈയിങ് നോക്കാം നമുക്ക്. The thin layer drying process shows the condition of nearly complete exposure of grain to heated air. എല്ലാ ഗ്രെയിൻസും ഹീറ്റഡ് എയറുമായിട്ട് എക്സ്പോഷർ വരുന്ന ഒരു സംഭവമാണ് തിൻ ലെയർ ഡ്രൈയിങ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? എല്ലാം അങ്ങനെ എക്സ്പോസ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ചെറിയ തിക്നെസ്സിൽ ഈ ഗ്രെയിനിന്റെ ഒരു ലെയർ തന്നെ നമ്മൾ ഇടണം, അല്ലെ? ഡ്രൈ ചെയ്യാനായിട്ട്, ഡ്രൈയിങ്ങിന് വേണ്ടി. അപ്പൊ അതിൽ നമ്മുടെ തിക്നെസ് ഓഫ് ഗ്രെയിന് അപ് ടു 20 സെന്റിമീറ്റർ ആണ് പറയുന്നത് കേട്ടോ. തിക്നെസ് ഓഫ് ഗ്രെയിൻ ഇൻ തിൻ ലെയർ ഡ്രൈയിങ് ഈസ് നോർമലി അപ് ടു 20 സെന്റിമീറ്റർ. ഈ ഒരു ലിമിറ്റ് പല എക്സാമിന്റെ ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുണ്ട്. തിൻ ലെയർ ഡ്രൈയിങ്ങിലുള്ള ഗ്രെയിൻ തിക്നെസ് എത്രയാണ്, ആ ലെയറിന്റെ ഗ്രെയിനിന്റെ തിക്നെസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ് ടു 20 സെന്റിമീറ്റർ എന്നാണ് ആൻസർ വരിക. Then the drying action can be represented on the basis of Newton's law by replacing moisture content in place of temperature. നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. M minus ME divided by MO minus ME. ന്യൂട്ടൺസ് ലോ ആണ്, ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ മൈനസ് K theta. അതാണ് തിൻ ലെയർ ഡ്രൈയിങ്ങിൽ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഏതായിരുന്നു? ഡീപ്പ് ബെഡ് ഡ്രൈയിങ്. ഡീപ്പ് ബെഡ് ഡ്രൈയിങ്ങിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ഡീപ്പ് ബെഡ് ഡ്രയേഴ്സ് ദ ഡ്രൈയിങ് ടേക്ക് പ്ലേസ് ഇൻ എ ഡ്രൈയിങ് സോൺ ആൻഡ് ദ ലെയർ ഓഫ് ഗ്രെയിൻ ഈസ് മോർ ദാൻ 15 സെന്റിമീറ്റർ. അതായത് ഇതിൽ നമുക്ക് ഒരു ഡീപ്പ് ആയിട്ടുള്ള ബെഡാണ്. നേരത്തെ നമ്മൾ തിൻ ലെയർ ആണ് പറഞ്ഞത്, ഇതൊരു ഡീപ്പ് ബെഡ് ഡ്രൈയിങ് ആണ്. അതിലൊരു ഡ്രൈയിങ് സോണിൽ വെച്ചിട്ടാണ് ഡ്രൈയിങ് നടക്കുന്നത്. ഇതിലൊരു 15 സെന്റിമീറ്ററിന് മുകളിലോട്ടുള്ള തിക്നെസ്സിലാണ് നമ്മൾ ഗ്രെയിൻ വെക്കുന്നത്. At heated or drying air at entry point, drying of product starts. അതിൽ എൻട്രി പോയിന്റിൽ തന്നെ എന്ത് സംഭവിക്കും? ഡ്രൈയിങ് സ്റ്റാർട്ട് ചെയ്യും. A drying zone is formed above the bottom layer which comes in contact of heated air. ഇതിന്റെ ഈ ബോട്ടം ലെയർ ഇല്ലേ, അവിടെ തന്നെ അപ്പൊ എൻട്രി പോയിന്റ് താഴെയാണ് വരുന്നത്. ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്, കാണിക്കാം. അപ്പൊ അവിടുന്ന് ആ ഒരു ലെയറില്ലേ അതിന് മുകളിലോട്ടാണ് ഡ്രൈയിങ് സോൺ വരുന്നത്. ഓക്കെ,
ഇനി ബൾക്ക് ഓഫ് ഡ്രൈയിങ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡ്രൈയിങ് സോൺ ആൻഡ് ദിസ് മൂവ്സ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഡ്രൈയിങ് എയർ. ഈ ഒരു ഡ്രൈയിങ് സോണിൽ നിന്നാണ് ബൾക്ക് ഓഫ് ഗ്രെയിൻസിന്റെ ഡ്രൈയിങ് നടക്കുന്നത്. എന്നിട്ട് അത് മുകളിലോട്ട് ആ ഒരു ഫ്ലോ ഡ്രൈയിങ് എയറിന്റെ ഫ്ലോയിൽ തന്നെ കയറി പോകും. അപ്പം അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഡീപ് ബെഡ് ഡ്രൈയിങ്ങിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം വരുന്നത്. ഇവിടെ ഒരു ഇവിടെയാണ് എന്ത് വരുന്നത്, ബ്ലോവർ വരുന്നത്. ബ്ലോവറിന്ന് ഇതാ ഇങ്ങനെ ഹീറ്റഡ് എയർ വരുന്നു. ഇതാണ് ഗ്രെയിൻസ് ഇവിടെ കിടക്കുന്നത് അല്ലെ. ഇതിനകത്താണ് ഗ്രെയിൻസ് കിടക്കുന്നത്. അതില് ഇതാണ് ഡ്രൈ ആയിട്ടുള്ള ഗ്രെയിൻ. ഇവിടുന്ന് ഹീറ്റ് എയർ ഇങ്ങനെ തന്നെ പോകണം അല്ലെ. ഇത് ഭയങ്കര ഡ്രൈ ഗ്രെയിൻ ആയിരിക്കും. ഈ മൂന്നാമത്തതാണ് ഡ്രൈയിങ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടാമത് ഇവിടെയൊക്കെ വെറ്റ് ഗ്രെയിൻസ് ആയിരിക്കും. ഹീറ്റ് എയർ ഇങ്ങനെയാണ് പോകുന്നത്, എക്സിറ്റ് എയർ ഇതാ പുറത്തോട്ട് ഇങ്ങനെ. അപ്പൊ ഇവിടെയുള്ളത് നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കും. ഈ ഡ്രൈയിങ് സോണിൽ വെച്ചാണ് മിക്കവാറും ഡ്രൈയിങ് നടക്കുന്നത്. ഇത് ഇങ്ങനെ ഇങ്ങനെ പോയി പുറത്തോട്ട് ഹോട്ട് എയർ പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇതിൽ ഡീപ് ബെഡ് ഡ്രൈയിങ്ങിൽ നടക്കുന്നത്. ഇൻ ഡീപ് ബെഡ് സിസ്റ്റം അറ്റ് എ പെർട്ടിക്കുലർ എയർ ഫ്ലോ റേറ്റ്, if the layer of product is more than the layer which comes in contact with heated air first may over dry. ആ താഴെയുള്ള ഒരു ലെയർ ഉണ്ടല്ലേ, അത് എപ്പോഴും ഓവർ ഡ്രൈ ആയിട്ടാണ് കിടക്കുക. ഓക്കെ, it has been recommended that if drying air is 43 degrees Celsius, the thickness of grain layer may be limited to ഒരു 45 centimeter ലിമിറ്റിൽ. അതായത് നമ്മുടെ ഡ്രൈയിങ് എയർ ഒരു 43 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മുടെ ഈ തിക്നെസ് ഓഫ് ലെയർ, ഗ്രെയിൻ്റെ ലെയർ ഒരു 45 സെന്റിമീറ്ററിലൊക്കെയാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കത് ഓവർ ഡ്രൈ ആയി പോകും. For analysis of deep bed drying method, it is assumed that deep bed is formed by several thin layers. അപ്പോൾ ഇതിൽ അനാലിസിസ് ഒക്കെ ഡീപ് ബെഡ് ഡ്രൈയിങ് മെത്തേഡിലെ അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഒരു 7 ലെയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എന്നിട്ട് അതിൽ ഓരോന്നിലെയും ലെയറിലെ ഇൻകമിങ് ഔട്ട് ഗോയിങ് എയർ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചർ ചേഞ്ചും ടൈം ചേഞ്ചസ് അങ്ങനെ അത് വെച്ചാണ് നമ്മൾ ഡ്രൈയിങ്ങിന്റെ സ്റ്റേജസ് ഒക്കെ തന്നെ അനാലൈസ് ചെയ്തെടുക്കുന്നത്. This method is used to determine the drying period and the amount of water vapor removed from the product. Deep bed drying method മനസ്സിലായി വിചാരിക്കുന്നത്. അതായിരുന്നു നമ്മൾ സ്കീമാറ്റിക് ഡയഗ്രാം പറഞ്ഞത്. ഇനി നമുക്ക് ഹോട്ട് എയർ ഡ്രൈയിങ്ങിലോട്ട് എടുക്കാം. നേരത്തെ പറഞ്ഞു നമ്മുടെ സിലബസിൽ ഹോട്ട് എയർ ഡ്രൈയിങ് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. So the hot air dryer is used to dry several fruits and vegetables and biomaterials. ഫ്രൂട്ട്സ് വെജിറ്റബിൾസിന്റെ ഒക്കെ കാര്യത്തിലാണ് കൂടുതലായിട്ടും ഹോട്ട് എയർ ഡ്രൈയിങ് നടത്തുന്നത്. Heating ambient air to use for drying a simple cost effective procedure. എന്താണ് ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹീറ്റഡ് എയർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ഇൻക്രീസ് ഇൻ ദ എയർ ടെമ്പറേച്ചർ decrease the humidity of air, which makes favorable condition to increase the surface mass transfer during drying. എയർ ടെമ്പറേച്ചർ കൂട്ടുക വഴി നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എയറിന്റെ ഹ്യൂമിഡിറ്റി കുറയ്ക്കുന്നു. അതാണ് ഈ സർഫസ് മാസ് ട്രാൻസ്ഫറിന് സഹായിക്കുന്നത്. അതുവഴി ഡ്രൈയിങ് നടക്കും. അതാണ് ഇതിലെ ഒരു മെക്കാനിസം വരുന്നത്. ദെൻ എ ടിപ്പിക്കൽ ഹോട്ട് ഡ്രയർ കൺസിസ്റ്റ് ഓഫ് ഇതിൽ എന്തൊക്കെയാണ് പാർട്സ് എന്നാണ് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്യാബിനറ്റ് വിത്ത് ഫിറ്റഡ് ബ്ലോവർ, ഒരു ക്യാബിനറ്റ് ഉണ്ടാവും ബ്ലോവർ ഉള്ളത്. ദെൻ സ്പീഡ് റെഗുലേറ്റർ ഉണ്ടാകും, ഒരു ടെമ്പറേച്ചർ കൺട്രോളർ, പിന്നെ ഹീറ്റേഴ്സ് ആൻഡ് ഹ്യൂമിഡിറ്റി സെൻസിങ് ഡിവൈസ്. ഇത്രയൊക്കെയാണ് ഒരു ഹോട്ട് എയർ ഡ്രയറിൽ ഉണ്ടാവുന്ന പാർട്സ്. The relative humidity and temperature of the ambient air were in the range of 60 and 30 degrees Celsius respectively. അതായത് ടെമ്പറേച്ചർ റേഞ്ച് ആണ് പറയുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും 60%, അതേപോലെ എയറിന്റെ ടെമ്പറേച്ചർ വരുന്നത് 30 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. നമ്മളൊരു സ്കീമാറ്റിക് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാ ഹോട്ട് എയർ ഡ്രയറിന്റെ. ഇതാണ് ബ്ലോവർ വരുന്നു, ഇവിടെ ഒരു ഹീറ്റർ, പിന്നെ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, ഒരു ഡ്രയർ, കൺവെക്റ്റീവ് ഡ്രയർ, പിന്നെ ഒരു കൺട്രോൾ പാനലും സ്പീഡ് കൺട്രോളറും ഉണ്ട്. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് പ്രൊഡ്യൂസിങ് ഹോട്ട് എയർ നോക്കാം. എങ്ങനെയൊക്കെയാണ് ഹോട്ട് എയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ മെത്തേഡ്സിലോട്ടാണ് കടക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഫസ്റ്റ്, ഫോഴ്സ്ഡ് എയർ ഹീറ്റേഴ്സ്. എന്താണ് ഫോഴ്സ്ഡ് എയർ ഹീറ്റേഴ്സ്? These are commonly used in drying systems where a fan blows air over a heating element. ഒരു ഹീറ്റിംഗിന്റെ എലമെന്റിന്റെ മുകളിലേക്ക് നമ്മൾ ഒരു ഫാൻ വെച്ച് ബ്ലോ ചെയ്യാണ്. അതാണ് ഇവിടുത്തെ മെക്കാനിസം. such as gas burner or electric coil to produce hot air. ഒരു ഗ്യാസ് ബർണറോ ഇലക്ട്രിക് കോയിലൊക്കെയാണ് നമ്മൾ
ഹോട്ട് എയർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ദ ഹീറ്റഡ് എയർ ഇസ് ദെൻ ഡയറക്റ്റഡ് ഓൺ ദ പ്രോഡക്റ്റ് ഫെസിലിറ്റേറ്റ് ഡ്രൈയിങ്. എന്താണ് പറഞ്ഞത്? ഒരു ഹീറ്റഡ് എലമെന്റിന്റെ മുകളിലേക്ക് നമ്മൾ ഫാൻ വെച്ച് ബ്ലോ ചെയ്യുന്നു. ആ ഹീറ്റഡ് എയർ നമ്മുടെ ഏതാണോ ഗ്രെയിൻ ഡ്രൈ ചെയ്യാനുള്ളത് അതിന്റെ മുകളിലോട്ട് അടുപ്പിക്കും. അപ്പൊ അങ്ങനെയാണ് ഡ്രൈവിംഗ് നടക്കുന്നത് ഫോഴ്സ്ഡ് എയർ ഹീറ്റേഴ്സിൽ. രണ്ടാമത്തെ എന്താണ്? വുഡ്, കോൾ ഓർ ബയോമാസ് ഹീറ്റേഴ്സ്. ഇത് ട്രഡീഷണൽ മെത്തേഡ്സിൽ വരുന്നതാണ്. ട്രഡീഷണൽ ഹീറ്റേഴ്സ് ഫ്യൂൾഡ് ബൈ വുഡ്, കോൾ ഓർ ബയോമാസ് ക്യാൻ ബി യൂസ് ടു ജനറേറ്റ് ഹോട്ട് എയർ. These heaters involve combustion of the fuel to produce the heat. Fuel combustion ആണ് ഇതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതെന്താക്കും? ട്രാൻസ്ഫർ ടു ദ എയർ. അത് എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി അങ്ങനെയാണ് നമ്മുടെ ഗ്രെയിനിന്റെ മുകളിലോട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞത്. രണ്ട് മെത്തേഡ്സ് നമ്മൾ ഏതാ കണ്ടത്? ഫോഴ്സ്ഡ് എയർ ഹീറ്റേഴ്സ്, വുഡ് ഓർ കോൾ. രണ്ടാമത്തെ ട്രഡീഷണൽ മെത്തേഡ് ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. ഗ്യാസ് ഫയർഡ് ഹീറ്റേഴ്സ്. ഇതിൽ എന്താണ്? ഗ്യാസ് ഫയർഡ് ഹീറ്റേഴ്സ് പവർഡ് ബൈ നാച്ചുറൽ gas or propane are often used in commercial drying operation. Commercial drying ഓപ്പറേഷനിലൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഗ്യാസ് ഫയർഡ് ഹീറ്റേഴ്സ്, നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ പ്രൊപ്പെയിൻ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. These heaters efficiently produce high temperature and can be integrated into drying system for various agriculture products. കുറച്ചും കൂടി എഫിഷ്യന്റ് ആണ്. ഓക്കെ, നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഹീറ്റേഴ്സ് ആണ് ഗ്യാസ് ഫയർഡ് ഹീറ്റേഴ്സ്. Then അടുത്തത് ഇലക്ട്രിക് ഹീറ്റേഴ്സ്. ഇലക്ട്രിക് ഹീറ്റേഴ്സ് യൂട്ടിലൈസ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് എലമെന്റ്. ഇലക്ട്രിക് റെസിസ്റ്റന്റ് ഹീറ്റിംഗ് എലമെന്റ് വഴിയാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൽ they are commonly used in smaller scale drying application where access to other fuel sources may be limited or where precise temperature control required. ഇത് ഈ ഇലക്ട്രിക് ഹീറ്റേഴ്സ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക? ഒന്നുകിൽ നമുക്ക് മറ്റ് പിന്നെ ആക്സസ് ഇല്ല, മറ്റ് ഡ്രൈയിങ് ആപ്ലിക്കേഷൻസിലുള്ള ആക്സസ് ഇല്ലാത്ത ഒരു കണ്ടീഷനിൽ, അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോൾ നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ് ഇലക്ട്രിക് ഹീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് അത്ര കൊമേഴ്ഷ്യൽ അല്ല, ഇപ്പൊ കുറച്ചും കൂടി അത്രയും എഫേർട്ട് എടുക്കണം ഈ ഇലക്ട്രിക് ഹീറ്റേഴ്സ് ആണെങ്കിൽ, അല്ലെ? കുറച്ചും കൂടി അത്ര കൊമേഴ്ഷ്യൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത് അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല. അടുത്തത് ഏതാണ്? സോളാർ ഡ്രയേഴ്സ്. സോളാർ ഡ്രയേഴ്സ് യൂട്ടിലൈസ് സൺലൈറ്റ് ടു ഹീറ്റ് എയർ. നമുക്ക് അറിയുന്ന കാര്യമാണ്, സൺലൈറ്റ് ആണ് നമ്മൾ സോളാർ ഡ്രയേഴ്സിൽ എയർ ഹീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. which is then used for drying agriculture products. This system typically consists of a solar collector. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. പാർട്സ്. ഒരു സോളാർ കളക്ടർ ഉണ്ടാവും, അതാണ് എന്ത് ചെയ്യുന്നത്? സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ഹീറ്റ് ടു ദ heated air inside the drying chamber. എന്നിട്ട് അത് ആ ഡ്രൈയിങ് ചേംബറിലേക്ക്, നമ്മുടെ ഗ്രെയിൻ സെറ്റ് ഡ്രൈയിങ് ചേംബറിലേക്ക് ഹീറ്റഡ് എയർ പാസ് ചെയ്യും. അതാണ് സോളാർ ഡ്രയേഴ്സിന്റെ ഒക്കെ പ്രിൻസിപ്പിൾ വരുന്നത്. അടുത്തത് ഏതാണ്? വേസ്റ്റ് ഹീറ്റ് റിക്കവറി സിസ്റ്റം. ഇതെന്താണ് സംഭവം? ഇൻ certain ഇൻഡസ്ട്രിയൽ സെറ്റിംഗ്സ് വേസ്റ്റ് ഹീറ്റ് ഫ്രം അതർ പ്രോസസ്സസ് can be captured and utilized to heat air for drying purpose. അതായത് മറ്റേതെങ്കിലും ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലുള്ള അല്ലെങ്കിൽ എൻജിനിലുള്ള എക്സോസ്റ്റ് അങ്ങനെ വരുന്ന ഹീറ്റഡ് എയർ ഇല്ലേ, അത് നമ്മൾ വേറൊരു പ്രോസസ്സിലേക്ക്, അതായത് നമ്മൾ വേറെ ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും ഉപയോഗിക്കുന്നു, വീണ്ടും യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്. ആ ഒരു സിസ്റ്റമാണ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി സിസ്റ്റം. ഓക്കെ, thereby increasing energy efficiency. അങ്ങനെ നമുക്ക് എനർജി എഫിഷ്യൻസി കൂട്ടിയെടുക്കാം. അടുത്ത മെത്തേഡ് ഏതാണ്? ജിയോതെർമൽ ഹീറ്റ്. In region with access to geothermal energy, heat from the Earth's subsurface can be used to produce hot air for drying application. ഇത് നമുക്ക് ജിയോതെർമൽ എനർജി ആക്സസ് ആയിട്ടുള്ള റീജിയനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അല്ലെ? എർത്തിന്റെ സർഫേസിൽ നിന്ന് നമ്മൾ ഹോട്ട് എയർ എടുത്ത് അത് ഡ്രൈയിങ് ആപ്ലിക്കേഷൻസിനായിട്ട് ഉപയോഗിക്കുന്നു. ജിയോതെർമൽ ഹീറ്റ് പമ്പ് ഒക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, റിന്യൂവബിൾ എനർജി സോഴ്സ് ആയിട്ട്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? മൈക്രോവേവ് ആൻഡ് റേഡിയോ ഫ്രീക്വൻസി ഹീറ്റിംഗ്. While less common in traditional post-harvest application, microwave and radio frequency heating technologies can be used to generate hot air through direct energy absorption by the product being dried. അതായത് മൈക്രോവേവ്സ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഒക്കെ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഡയറക്റ്റ് എനർജി അബ്സോർപ്ഷൻ ആണ് ഈ പ്രോഡക്റ്റ് ഡ്രൈ ചെയ്യുന്നത് നടക്കുന്നത്. This method offers advantages such as rapid and uniform heating, but may require specialized equipment. ഇത് കുറച്ചും കൂടി റാപ്പിഡ് ആണ്, പെട്ടെന്ന് നടക്കും, അതേപോലെ യൂണിഫോം ആയിട്ട് നടക്കും. അങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെങ്കിൽ എന്താണ്?
നമുക്ക് ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് വേണ്ടി വരും. അപ്പൊ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഹോട്ട് എയർ ഉണ്ടാക്കാനുള്ള മെത്തേഡ്സ് കണ്ടത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഫോഴ്സ്ഡ് എയർ ഹീറ്റേഴ്സ്, വുഡ് കോൾ ഓർ ബയോമാസ് ഹീറ്റേഴ്സ്, ഗ്യാസ് ഫയർഡ് ഹീറ്റേഴ്സ്, ഇലക്ട്രിക് ഹീറ്റേഴ്സ്, സോളാർ ഡ്രയേഴ്സ്, വേസ്റ്റ് ഹീറ്റ് റിക്കവറി സിസ്റ്റം, ജിയോ തെർമൽ ഹീറ്റ് ആൻഡ് മൈക്രോവേവ് ആൻഡ് റേഡിയോ ഫ്രീക്വൻസി ഹീറ്റിംഗ്. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. നമ്മൾ എന്തൊക്കെയായിരുന്നു നോക്കിയെന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഡ്രൈയിങ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഡ്രൈയിങ്, ഡീഹൈഡ്രേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ മോയ്സ്ചർ ഏതൊക്കെ ഫോമിലാണ് നമ്മുടെ പ്രോഡക്റ്റിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു. ബൗണ്ടും അൺബൗണ്ടും പറഞ്ഞു. പിന്നെ നമ്മൾ വാട്ടർ വേപ്പർ പ്രഷറിലുള്ള ഡിഫറൻസ് വഴിയാണ് മോയ്സ്ചർ മൈഗ്രേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് ഗ്രെയിനിന്റെ വാട്ടർ വേപ്പർ പ്രഷർ കൂട്ടാനുള്ള മെത്തേഡ്സും അതേപോലെ എയറിന്റെ വാട്ടർ വേപ്പർ പ്രഷർ കുറയ്ക്കാനുള്ള മെത്തേഡ്സും 3 മെത്തേഡ്സ് വീതം നമ്മൾ പറഞ്ഞു. സൺ ഡ്രൈയിങ്, കണ്ടക്ഷൻ ഡ്രൈയിങ്, ഇൻഫ്രാറെഡ് ഡ്രൈയിങ് പറഞ്ഞു. അതേപോലെ കുറയ്ക്കാൻ ഹീറ്റഡ് ഡ്രൈയിങ്ങും ഡെസിക്കേറ്റഡും റെഫ്രിജറേറ്റഡ് എയർ ഡ്രൈയിങ്ങും പറഞ്ഞു. പിന്നെ നമ്മൾ ഡ്രൈയിങ് റേറ്റ് പീരീഡ്സ് ആണ് പറഞ്ഞത്. അതിൽ കോൺസ്റ്റന്റ് പീരീഡും ഫോളിംഗ് റേറ്റ് പീരീഡും കണ്ടു. ഫോളിംഗിൽ ഫസ്റ്റ് ഫോളിംഗ് റേറ്റും സെക്കൻഡ് ഫോളിംഗ് റേറ്റ് പീരീഡുമാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മോയ്സ്ചറിന്റെ മൂവ്മെന്റിന്റെ എന്തൊക്കെ വഴിയാണ് നടക്കുന്നതെന്ന് നോക്കി. കാപ്പിലറി ഫ്ലോ പറഞ്ഞു, ലിക്വിഡ്, സർഫസ് ഡിഫ്യൂഷൻ, വേപ്പർ ഡിഫ്യൂഷൻ, തെർമൽ ഡിഫ്യൂഷൻ, ഹൈഡ്രോഡൈനാമിക് ഫ്ലോ പറഞ്ഞു. ദെൻ മോയ്സ്ചർ റേഷ്യോന്റെ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടത്. ദെൻ എന്താണ് ഡ്രൈയിങ് സിസ്റ്റത്തിലുള്ള എയർ ഫ്ലോ ഏതൊക്കെയാന്ന് പറഞ്ഞു. അതിൽ ക്രോസ് ഫ്ലോ, കൺകറന്റ് ഫ്ലോ ആൻഡ് കൗണ്ടർ ഫ്ലോ പറഞ്ഞു. ക്രോസ് ഫ്ലോയിൽ എന്തായിരുന്നു 90°C ആണ് എയറിന്റെയും ഈ ഗ്രെയിനിന്റെയും ഫ്ലോ പറഞ്ഞത്. കൺകറന്റ് ഫ്ലോയിൽ നമ്മൾ പാരലൽ ആന്ന് പറഞ്ഞു. കൗണ്ടർ ഫ്ലോയിൽ ഓപ്പോസിറ്റ് ആന്ന് പറഞ്ഞു. ദെൻ മെക്കാനിക്കൽ ഡ്രൈയിങ് ടൈപ്സ് 2 ടൈപ്പ് നമ്മൾ പറഞ്ഞു. തിൻ ലെയർ ഡ്രൈയിങ്, അതിൽ ലെയറിന്റെ തിക്നെസ് 20 സെന്റിമീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ഡീപ് ബെഡ് ഡ്രൈയിങ്ങിൽ ഒരു എന്താണ് ഡ്രൈയിങ് എവിടെയാണ് നടക്കുന്നത്? ഡ്രൈയിങ് സോണിലാണ്. 15 സെന്റിമീറ്ററിന് മുകളിലോട്ടാണ് നമ്മൾ ലെയർ കീപ്പ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ ഹോട്ട് എയർ ഡ്രൈയിങ് ആണ് പറഞ്ഞത് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്. അതില് മെത്തേഡ്സ് ഓഫ് പ്രൊഡ്യൂസിങ് ഹോട്ട് എയർസും ആണ്. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഡ്രയേഴ്സിന്റെ ടൈപ്പ് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡ്രയേഴ്സ്, അതിന്റെ ഡിസൈന് കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.